ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി അരിയൊന്നും കുതിർത്താതെ അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ദോശയുടെയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചട്നിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും നൈസ് പത്തിരിക്കെല്ലാം എടുക്കുന്ന ആ ഒരു പൊടിയാണ് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങൊന്നുമല്ല, വേവിച്ചെടുക്കാത്ത പച്ച ഉരുളക്കിഴങ്ങ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതുപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സിന് പകരം 2 വറ്റൽമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ മാവ് കുറച്ച് സമയം ഒന്ന് പുളിപ്പിച്ചെടുത്താലും മതി. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കരുത്. നമ്മൾ ഇതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ സാധാ ദോശയെല്ലാം ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതിപ്പം ഇതുപോലെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആയാലും ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് എത്രത്തോളം മൊരിയിപ്പിച്ചെടുക്കണോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ അങ്ങ് മൊരിയിപ്പിച്ചെടുക്കാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ മാവും നമുക്കിതുപോലെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. ഇതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. അങ്ങനെ ഇതും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ദോശ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയിലെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊരു 2-3 ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചും കൂടി എടുക്കണം. അപ്പോൾ ഇത് താളിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ ചട്നിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്തൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അപ്പവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.